മഴ വന്ന് തോർന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഇവിടുത്തെ ചെടികളൊക്കെ ചെറുതായിട്ടങ്ങ് ഉഷാറായേ. അപ്പം ഇത് എന്താ മണി പ്ലാന്റ്, കുഞ്ഞൊരു ചെടിച്ചട്ടിയായിരുന്നു. അപ്പോൾ ഇതിന് ശരിക്കും ഞങ്ങൾ ഇതല്ലാത്ത എന്തെങ്കിലും ചെടി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നേ. അന്നേരം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോളില്ല. അപ്പോൾ ചിലതിന് ഞാൻ 2-3 എണ്ണത്തിന് ഇതുപോലെ ഇങ്ങനെ ഹോളുണ്ടാക്കി വെച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്തെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ വളരുന്ന എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് നടാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി ആണ് അവളിങ്ങനെ ഒരു മണി പ്ലാന്റ് എവിടുന്നോ കൊണ്ടുവന്നു. എന്നിട്ട് അതിങ്ങനെ ഇട്ട് വെച്ചേ. പിന്നെ പപ്പ ഇതിന് കയറൊക്കെ വലിച്ചു കെട്ടി ഇങ്ങനെ ആക്കി വെച്ചേ. അപ്പോൾ ഇത് മഴയൊക്കെ പെയ്തിട്ട് കുറച്ചൊരു ഉഷാറൊക്കെ ആയി. കുറേ ഇലയൊക്കെ ഉണ്ടായിരുന്നു, എന്തോ പറ്റി അതിങ്ങനെ കുഞ്ഞിറക്കിന് ഇതിലിങ്ങനെ കളിച്ച് അതൊക്കെ കുറേ പോയി. അപ്പോൾ അത് നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും. അപ്പോൾ സൂപ്പറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് ചേച്ചി എവിടുന്നോ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ ഒരു പൂവേ ഇതിങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായത് പോയതുകൊണ്ട് അവൾ എവിടുന്നോ കൊണ്ടുപോയി വെച്ചേക്കുന്നതാണ്. അവൾക്ക് ഭയങ്കര എന്നെക്കാൾ കൂടുതൽ ഭയങ്കര ചെടികളോട് ഭയങ്കര ആക്രാന്ത. എവിടെ നിന്ന് തന്നെ കിട്ടിയാലും അപ്പോൾ കൊണ്ടുവരും. ഇതും എന്തായി, അയ്യോ ഇതിൻ്റെ പേരിനെ മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കണം. എൻ്റെ മൊബൈലിൽ സ്ക്രീൻഷോട്ടായിട്ട് മറ്റേ വാൾപേപ്പറായിട്ട് ഇടാനൊക്കെ ആയിട്ട് ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കണം. നല്ല ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയല്ലേ. കുറച്ചും കൂടെ വെട്ടമൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഭയങ്കര കിടുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. ഇത് എന്താണെന്നറിയത്തില്ല. ഞാൻ എൻ്റെ ഫസ്റ്റിൽ എൻ്റെ ഈ ഒരു മൊബൈൽ മേടിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനൊരു ഫോട്ടോ എടുത്തേ. ഇത് ഇങ്ങനെയൊക്കെ എനിക്ക് എന്തോ ഇങ്ങനൊരു പെട്ടെന്നൊരു ഇതെടുത്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അവൾ എൻ്റെ ചേച്ചി ബോട്ടിൽ ഇവിടെ കിടന്നിരുന്ന്, ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നതോടെ ആയതുകൊണ്ട് ബോട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. അവൾ തന്നെ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നിടത്താണേ. ഞാൻ ജസ്റ്റ് നോക്കത്തൊക്കെ ഉള്ളൂ. ചില നേരത്തെ എനിക്ക് വല്ല തോന്നുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഇതതുപോലെ തന്നെ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇത് വേറെ കുറച്ച് രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്ലാനുണ്ട്. കുറച്ചല്ലേ ഉള്ളൂ എന്തെങ്കിലും ആണെങ്കിലുമേ. ഇതൊക്കെ വേറെ ചില രീതിയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഇത് നമ്മുടെ എന്താ ചെത്തിയാണ്. ഇത് ഒരു ചുമപ്പും ഓറഞ്ചും കൂടെ കളർ വരുന്ന ഒരു ചെത്തിയാണേ. അതിൻ്റെ പൂവുണ്ടായിരുന്നതെല്ലാം പോയത്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ പൂവുണ്ടാകാനുള്ള ഇതായിട്ട് വരുന്നേ കേട്ടോ. ഇത് നമ്മുടെ വീഡിയോസിൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഇഷ്ടം പോലെ തവണ ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഇതിൻ്റെ പേരെന്നാ നിങ്ങൾ പറ. ഇത് നമ്മുടെ മറ്റേ ബാമ്പു ഒന്നോ അങ്ങനെ എന്താണ്ടല്ലേ ഇതിന് പറയുന്നേ അത്. പിന്നെ ഇത് നമ്മുടെ ബോൾസ്. ഇത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടായിരുന്നു. വലിയൊരു പന്തലിച്ചിരിക്കുന്ന ബോൾസുമായിരുന്നേ. എന്നിട്ടായി അത് പോയി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ടായേക്കുന്നതാണേ. ഇനി ഇവിടെ നമ്മൾ മുമ്പേ ആ കുപ്പിക്കകത്ത് വെച്ചിരുന്ന ആ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ വേറെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാനും ഒക്കെ പറ്റിയത്. അത് പോകാണ്ടിരിക്കാൻ വേണ്ടി അത് അങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്ന് ഓർത്തേ. നമുക്കിവിടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായിക്കഴിഞ്ഞാൽ മഴ എന്നാ വർത്താനല്ലേ, മറ്റേ വേനലായിക്കഴിഞ്ഞാൽ വെള്ളമില്ല. അതുകൊണ്ട് വെള്ളം കൊടുക്കാണ്ടാവത്തെ അത് പോവുകയില്ല. എനിക്കത് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചെടികളോട് ചെടികൾ കുറേ വെക്കാനായിട്ടേ നോക്കാത്തതേ. ഇത് നമ്മൾ ചെടിയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഭയങ്കര ഔഷധസസ്യമാണേ. കുറേ അടുത്തൊന്നും ആൾക്കാർക്ക് കിട്ടുന്നില്ലാത്ത ഒരിതാണ്. നമ്മുടെ മുടിയൊക്കെ വളരുന്നതിനായിട്ട് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയല്ല, ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഇതിൻ്റെ പൂ നല്ല രസം, ഇതുണ്ട് കാണണേ, നല്ല രസമായി. ഇതിൻ്റെ പൂ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ഇതാട്ടോ.
ഞാൻ എൻ്റെ മൊബൈലിൽ വാൾപേപ്പറൊക്കെ കൂടുതലും ഇങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ചെടികളുടെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇടുന്നത്. ഇത് ഇങ്ങനെ ഒരു ചെടിയായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ജസ്റ്റ് വെച്ചേക്കണതാണ്. നേരത്തെ ഉണ്ടായിരുന്നതാണ്, വലിയ ചെടി ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഇത് ഞങ്ങളുടെ പള്ളിയുണ്ട്, പള്ളിയുടെ ഞങ്ങളുടെ പഴയ പള്ളിയായിരുന്നു. അപ്പോൾ ആ പഴയ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ നിൽക്കും കേട്ടോ, കുറ്റിച്ചെടി പോലെ നിൽക്കുവേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വെട്ടിയൊന്നും വിടുകയൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാന്നറിയത്തില്ല, എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് വെട്ടിക്കളഞ്ഞു. അവർ വേറെ ചെടികളൊക്കെ വയ്ക്കാനും ഒക്കെ ആയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണ്ട് ഞാനത് കിട്ടിയത് അവിടെ നിന്ന് കിട്ടിയത് ഞാൻ വെറുതെ ഇവിടെ അന്ന് ഇച്ചിരി ഒരു മണ്ണ് പോലെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അതെ. അപ്പം ഞാൻ അവിടെ കുഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇറക്കി നട്ടു വെച്ചതാണ്. അത് അന്നൊരു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞു ചെടിയായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഇപ്പം ഇത്രയേ വലുതായി. ഇത് ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ, കുഞ്ഞു ചെടിയായിരുന്നു, ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ കൊണ്ട് ഇതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് കുറച്ച് വീതിയുള്ളതും പല കളർ, റെഡ്, വയലറ്റ്, അങ്ങനെയൊക്കെ പല കളറുള്ള ഇത് കിട്ടുവേ. പക്ഷേ എന്നാണെങ്കിലും ഇതിങ്ങനെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ ഒരു വെള്ള എന്തോ ഒരു കുഞ്ഞു പൂ പോലെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് അതുപോലെ ഉണ്ടാകാനായിട്ടുള്ള ഒരിതാന്ന് തോന്നുന്നു കേട്ടോ. ഒരു പൊടിക്ക പൂവ്, അല്ലാതെ കാണുമ്പോൾ ഒരു രസമുണ്ട്, അത്രമാത്രം. ഇതിപ്പോൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ടേ നട്ടു വെച്ചേക്കുക. ഇത് കുറേ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പായിരുന്നു. ക്രിസ്മസൊക്കെ ആകുമ്പോഴേ നമുക്കിങ്ങനെ ചെറിയ ബൾബും ഒക്കെ വെച്ചിട്ടേ നല്ല രസമായിരിക്കും, ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലേ. ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ തൈകളും ബ്രാഞ്ചസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കമ്പ് തന്നെയാണല്ലോ നമുക്കിങ്ങനെ കൊളുത്തി വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കണ കാണാൻ ഒരു ഭംഗിയുള്ളതുകൊണ്ട് അത് വെട്ടാനും തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വല്ലതും വെട്ടിയിട്ട് നമുക്ക് കുഴിച്ച് വെക്കാമായിരുന്നു.